സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമഹുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 26. സൂറത്തുൽ ബഖറ 164 മുതൽ 171 വരെയുള്ള ആയത്തുകൾ. തഫ്സീർ പേജ് 39 മുതൽ 41 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون. ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون. إن في خلق السماوات والأرض നിശ്ചയം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലുണ്ട്. സമാവാത്ത് ആകാശങ്ങൾ, അർദ് ഭൂമി. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി രാത്രിയുടെയും പകലിൻ്റെയും മാറ്റത്തിലും അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നതിലും ഉണ്ട്. ഇഖ്തിലാഫ് വ്യത്യാസപ്പെടൽ, ലൈല് രാത്രി, നഹാറ് പകൽ.
അതായത് തആഖുബുഹുമ ഈ അലാ നസഖിൻ വാഹിദ്, ഒരേ ക്രമത്തിൽ അത് മാറി മാറി വരിക അതിൽ, അതായത് രാത്രിയും പകലും. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. യാസീൻ 40-ാമത്തെ ആയത്ത്. ലശംസു യംബഗി ലഹാ, സൂര്യന് അനിവാര്യമല്ല, അല്ലെങ്കിൽ സൂര്യന് ആവശ്യമില്ല എന്ത്, അൻ തുദ്രികൽ ഖമറ, ഖമറിനെ ഇദറാക്ക് ചെയ്യുക എന്നത്. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രിയാകട്ടെ പകലിനെ മുൻകടക്കുന്നതുമല്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതതിൻ്റെ പദങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു, സ്വിമ്മിങ് മോഷൻ. ഇത് സൂറത്ത് യാസീനിൽ. അപ്പോൾ സൂര്യൻ അത് അതിൻ്റെതായ ക്രമത്തിൽ, അതിൻ്റെതായ ഭ്രമണപഥത്തിൽ ചലിക്കുന്നു. ചന്ദ്രൻ അതിൻ്റെതായ പാതയിൽ ചലിക്കുന്നു. മറ്റു ഗോളങ്ങൾ അതിൻ്റെതായ പാതയിൽ ചലിക്കുന്നു. ഒന്നും പരസ്പരം കൂട്ടിമുട്ടേ, പരസ്പരം ക്രമരഹിതമാകെ ഒന്നും ഇല്ല എന്ന്. അപ്പോൾ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ. വൽ ഫുൽകി, കപ്പലിലും ഉണ്ട്. അല്ലത്തി, എങ്ങനെയുള്ള കപ്പൽ? തജ്രി, അത് സഞ്ചരിക്കുന്നു, ഫിൽ ബഹരി, സമുദ്രത്തിൽ, ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിലയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായതും കൊണ്ട് സഞ്ചരിക്കുന്ന കപ്പൽ. മിൻ അസ്ബാബി തിജാറത്തി വൽ മുഹാറബത്തി വായിഹ, അതായത് യുദ്ധത്തിന് ആവശ്യമായ സാധനങ്ങൾ, തിജാറത്ത് കച്ചവടത്തിന് ആവശ്യമായ സാധനങ്ങൾ, അതല്ലാത്ത മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് യാത്രയ്ക്കും, അതായത് ചരക്ക് നീക്കത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കപ്പലുകൾ. അപ്പോൾ അതിലൊക്കെ ഉണ്ട്. വമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയതിനുമുണ്ട്. യൻസിലു, അള്ളാഹു ഇറക്കുന്ന, മിനസ്സമാ, ഈ ആകാശത്തിൽ നിന്ന്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അസ്സഹാബ്, മേഘം. ലിമാ മറ ഫി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ പരാമർശിച്ച വഅൻസല മിനസ്സമാഇ മാഅ, അൽ ബഖറ തന്നെ 22-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ആകാശത്തിൽ നിന്ന് നാം വെള്ളത്തെ ഇറക്കി എന്ന്. മിമ്മാഇൻ ഫഅഹ്യ, അപ്പോൾ മേഘം അതുവഴി വെള്ളവും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി. അപ്പോൾ അങ്ങനെ നാം ഇറക്കിയതിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. മിമ്മാഇൻ, വെള്ളത്തിൽ നിന്ന്. ഫഅഹ്യ, എന്നിട്ട് അവൻ ജീവിപ്പിച്ചു. അതായത് യുഹി, അവൻ ജീവിപ്പിക്കുന്നു. ബിഹിൽ അർദ ബഅദ മൗതിഹ, ഫഅഹ്യ, അവൻ ജീവിപ്പിക്കുകയും ചെയ്തു. ബിഹി, അതുകൊണ്ട്, അൽ അർദ, ഭൂമിയെ, ബഅദ മൗതിഹ, അതിൻ്റെ മരണത്തിന് ശേഷം, എന്ന് പറഞ്ഞാൽ ഭൂമി ഉണങ്ങി വരണ്ട് കിടക്കുന്ന സാഹചര്യത്തിൽ മഴവെള്ളം വർഷിപ്പിച്ച് ഭൂമിയെ ജീവസ്സുറ്റതാക്കി അവൻ അള്ളാഹു. അതായത് അയ്യൂദുഹിറു നവാറതഹ ബഅദ യബ്സിഹ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വരണ്ട അവസ്ഥ, ഉണങ്ങിയ അവസ്ഥയ്ക്ക് ശേഷം അതിൻ്റെ പച്ചപ്പ് പ്രകടമാക്കി അവൻ. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഹജ്ജ് 5-ാമത്തെ ആയത്ത്, അതിൽ നിന്നുള്ള ഭാഗം. വതറൽ അർദ ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. وترى الأرض, നിനക്ക് കാണാം, ഭൂമിയെ നീ കാണുന്നു, ഹാമിദത്തൻ, വരണ്ടതായിട്ട്. എന്നിട്ട് ഫഇദാ, അപ്പോൾ, അതാ, അൻസൽന, നാം ഇറക്കി, അലൈഹ, അതിനുമേൽ, അൽ മാഅ, വെള്ളത്തെ, മഴവെള്ളത്തെ. ഇഹ്തസ്സത്ത്, അത് സ്ഫുരിച്ചു, നല്ല സൗരഭ്യത്തോടുകൂടി ആ ഭൂമി. റബത്ത്, അത് ചീർക്കുകയും ചെയ്തു. റബ എന്ന് പറഞ്ഞാൽ വർദ്ധനമെന്ന്, റിബ, പലിശക്ക് റിബ എന്ന് പറയുന്നത്. അംബതത്, അത് മുളപ്പിക്കുകയും ചെയ്തു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, നല്ല മനോഹരമായ എല്ലാ ഇണകളിൽ നിന്നും ചെടികൾ, എല്ലാത്തരം ചെടികളും അത് മുളപ്പിക്കുകയും ചെയ്തു എന്ന്. തുടർന്ന് ആയത്ത് പറയാണ്, വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ. വബസ്സ, നാം വിതറുകയും ചെയ്തു, നശറ എന്നർത്ഥം.
വിതറി വ്യാപിപ്പിച്ചു. ഫിഹ, ആ ഭൂമിയിൽ, മിൻ കുല്ലി ദാബത്തിൻ, എല്ലാ തരം ജീവികളും, മൃഗങ്ങളും ജീവികളും, ദീ ഹയാത്തിൻ, അതായത് ജീവികൾ, ജീവനുള്ള, വതസ്രീഫിർ റിയാഹി, അപ്പോൾ അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയാണ്. അതിലൊക്കെ ഉണ്ട് എന്ന് പറയാണ്. വതസ്രീഫിർ റിയാഹി, എന്ത്, കാറ്റുകളുടെ വ്യവഹാരങ്ങളിലും ഉണ്ട്. ഷർഖൻ വഗർബൻ യമീനൻ വഷിമാലൻ എന്ന് പറഞ്ഞാൽ ഷർക്ക് കിഴക്ക്, ഗർബ് പടിഞ്ഞാറ്, യമീന് വലത്, ഷിമാല് ഇടത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാറ്റ് വീശുന്നതിലും ഉണ്ട്. വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർളി, വസ്സഹാബി അതായത് വഫിസ്സഹാബി, മേഘത്തിലും ഉണ്ട്. അൽ മുസഖ്ഖരി ബൈനസ്സമാഇ വൽ അർളി, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള, അതിനിടയിൽ തസ്ഖീർ ചെയ്യപ്പെട്ട. ഇൻസാലിൽ മത്തറി, എന്തിനു വേണ്ടി? മഴ വർഷിക്കുന്നതിന് വേണ്ടി. ല ആയാത്തിൻ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? ല ആയാത്തിൻ, നിശ്ചയം ദൃഷ്ടാന്തങ്ങളുണ്ട്. അല വുജൂദി സ്വാനിഇൽ ആലിമി, അതിൻ്റെ വിശദീകരണമായിട്ട് കൊടുക്കുകയാണ്. എന്ത്? ഈ അല വുജൂദി സ്വാനിഇൽ ആലമി, ഈ ലോകം സൃഷ്ടിച്ച, ഉണ്ടാക്കിയ ആ സൃഷ്ടികർത്താവിൻ്റെ, ആ സ്വാനി, ആ ഉണ്ടാക്കിയവൻ്റെ വുജൂദിയത്ത്, അവനുണ്ട് എന്നതിനുള്ള തെളിവ് ഉണ്ട് എന്നതാണ്. ലിഖൗമി യഖലൂൻ, ബുദ്ധിയുള്ള, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. ഐ യുരീദൂന അൻ യഫ്ഹമൂ, അതായത് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്. ലാ ലിമൻ ഹും കൽ അൻആമി, മൃഗങ്ങളെ പോലുള്ള ആൾക്കാർക്കല്ല, അവർക്ക് ദൃഷ്ടാന്തമൊന്നുമില്ല. ബൽ അവല്ലു, അല്ല, മൃഗങ്ങളെ പോലെ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും പിഴച്ച, അല്ലെങ്കിൽ അതിനേക്കാളും താന്ന, അങ്ങനെയുള്ള ആൾക്കാർക്കല്ല ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞത്. വല യകാദൂന യഫ്ഖഹൂന ഹദീഥ, അവർ മനസ്സിലാക്കുമാറാകില്ല ഒരു കാര്യം. മിനൽ മുലാഹദത്തിൽ മുൻകിരീൻ, അതായത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന മുലാഹദത്ത്, നിരീശ്വരവാദികൾക്ക്, അവർക്കല്ല ഇതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന്. അൽ ലിസ്വാനി, ഉണ്ടാക്കിയവന്, അതായത് അള്ളാഹുവിനെ, സൃഷ്ടികർത്താവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾക്കല്ല ഇവിടെ ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞത്. ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന, മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ്. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം തെളിവ്. വമാ തുനിൽ ആയാതു വന്നുദുറു അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, സൂറത്ത് യൂനുസ് 101 ആയത്ത്. വമാ തുനിൽ ആയാതു വന്നുദുറു, ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, നുദുർ വാണിങ്സ്, മുന്നറിയിപ്പുകളും, അത് ഉപകാരപ്പെടില്ല ആർക്ക്? അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, സത്യവിശ്വാസം കൈക്കൊള്ളാത്ത ആളുകൾക്ക്, ഈമാനില്ലാത്തവർക്ക് ഉപകാരപ്പെടില്ല. അടുത്ത ആയത്ത് വരെ. ومن الناس من يتخذ من دون الله أندادا, ومن الناس, ജനങ്ങളിലുണ്ട് ഒരു കൂട്ടർ, മൻ യുഖിറു ബിസ്വാനിൽ മഅബൂദി വമഅ ദാലിക്, അതായത് മഅബൂദ്, ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ ഉണ്ട്, ആരാധിക്കപ്പെടുന്ന, ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വമഅ ദാലിക, അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? യത്തഖിദു, അതാണ് എന്ത് പറഞ്ഞത്? വമിനന്നാസി മൻ യത്തഖിദു, സ്വീകരിക്കുന്നവർ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന് അവർക്കറിയാം, അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നു, പക്ഷേ യഥാവിധിയുള്ള വിശ്വാസമല്ല. അന്താദൻ, അള്ളാഹുവിനെ അവരെന്ത് ചെയ്യുന്നു? നിദ്ദുകളെ സ്വീകരിക്കുന്നു, നിദ്ദുകളെ കൽപ്പിക്കുന്നു, സമന്മാരെ. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ ആ സമന്മാരെയും സ്നേഹിക്കുന്നു, വിഗ്രഹങ്ങളെ ദൈവങ്ങളായി, ഇലാഹുകളായി അവർ അംഗീകരിക്കുന്നു. അള്ളാഹുവിലേക്കുള്ള അടുപ്പിക്കാനുള്ള, ശഫാഅത്ത് ചെയ്യാനുള്ള ശുപാർശകരായി അവർ എന്ത് ചെയ്യുന്നു? ആ വിഗ്രഹങ്ങളെയും ഒക്കെ കാണുന്നു എന്നതാണ്. അവരോട് തേടുന്നു, ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, മലക്കുകളോട്, ജിന്നുകളോട് ഒക്കെ തേടുന്നു, അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? അവർ അള്ളാഹുവിൽ നിദ്ദുകളെ കൽപ്പിക്കുന്നു എന്നാണ്. അവർ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ നിദ്ദുകളെയും ഇഷ്ടപ്പെടുന്നു. ഹാദാ ഹുവ മിൻ ശിർക്കുഹും, ഇത് അവരുടെ ഷിർക്കാണ്. വത്തിഖാദുഹും ഗൈറുല്ലാഹി മഅബൂദ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന വസ്തുവാക്കലാണ് ഇത്.
അവർ. കാരണം എന്താണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല, മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിനോടുള്ള ഹബ്ബ് എന്ന് പറഞ്ഞാൽ അത് അവനോടുള്ള ഹബ്ബ് മാത്രം. അവനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്നതാണ് തൗഹീദ്. മഹബ്ബത്തിലുള്ള തൗഹീദാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു എന്നാൽ സത്യവിശ്വാസം കൈക്കൊണ്ടവർ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് കൂടുതൽ ശക്തമായ സ്നേഹമുള്ളവരാണ്. ഐ ലാ യുഹിബ്ബൂന ഗൈറഹു സുബ്ഹാനഹു കഹുബ്ബിഹി. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ മറ്റാരെയും സ്നേഹിക്കുകയില്ല എന്നതാണ്. ലിമാ യറൗന മിൻ നിഅമാഇഹി അലൈഹിം. അവർ അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നില്ല. ലിഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. സൂറത്തുൻ നഹ്ൽ 53-ാമത്തെ ആയത്ത്. അതായത് എന്തൊരു അനുഗ്രഹമുണ്ടെങ്കിലും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന്. ഇനി അടുത്ത തുറന്നു പറയുന്നത് വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ. വലൗ യറല്ലദീന ളലമു, അതിക്രമം പ്രവർത്തിച്ചവർ കണ്ടിരുന്നുവെങ്കിൽ, ഇത് യറൗനൽ അദാബ, അവർ ശിക്ഷ കാണുമ്പോൾ, ശിക്ഷ എത്തി എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിക്രമം പ്രവർത്തിക്കാറ് അവിടെ ഷിർക്കാണ്, ഷിർക്ക് പ്രവർത്തിക്കുക, ബഹുദൈവവിശ്വാസം. അതായത് ഇൻ റഅദ്ദാലിമൂന ബിശ്ശിർക്കി വഖ്ത അദാബിഹിം ലഅലിമു. അതായത് ഷിർക്ക് കൊണ്ട് അക്രമികളായവർ, ഇന്ന ഷിർക്ക ലദുൽമുൻ അദീം എന്നാണല്ലോ, ഷിർക്കാണ് കൊടിയ അക്രമം എന്ന് പറയുന്നത്, ദുൽമ്. അപ്പോൾ ഷിർക്ക് കൊണ്ട് വാലിമീങ്ങളായവർ, ഷിർക്ക് കൊണ്ട് അക്രമം പ്രവർത്തിച്ചവർ, അവരുടെ ശിക്ഷാ സമയത്ത് ആ ശിക്ഷ അവർ കണ്ടിരുന്നുവെങ്കിൽ ലഅലിമു, അവർ മനസ്സിലാക്കുമായിരുന്നു. അന്നൽ ഖുവ്വത, നിശ്ചയം ഖുവ്വത്ത് ശക്തി എന്നത് ഐ അൽ ഇഖ്തിയാർ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ലില്ലാഹി ജമീഅ, അതെല്ലാം അല്ലാഹുവിനുള്ളതാണ് എന്നവർ മനസ്സിലാക്കുമായിരുന്നു. ലാ ലിഗൈരിഹി മൻ മഅബൂദാതിഹിം, അവർ ആരാധിക്കുന്ന മറ്റാർക്കുമല്ല എന്ന്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, നിശ്ചയം അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്നും. അതായത് വഅലിമു അയ്ദൻ അന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അവരറിയുമായിരുന്നു എന്ന്. പക്ഷെ ആ പറഞ്ഞിട്ട് കാര്യമില്ല, ദുനിയാവിൽ വെച്ച് മനസ്സിലാക്കണമായിരുന്നു. അലൽ ഉസാത്തി മിനൽ കാഫിരീന വൽ മുശ്രിക്കീന, അതായത് അള്ളാഹു ശക്തമായി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരെയാണ്? ബഹുദൈവവിശ്വാസികളെയും സത്യനിഷേധികളും ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പാപികളെ. അത്തരം ആളുകൾ ഫുള്ള് പാപികൾ തന്നെയാണ്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ فأما الذين فسقوا فمأواهم النار. فأما الذين فسقوا, അപ്പോൾ ഫിസ്ക് അധർമ്മം പ്രവർത്തിച്ചവർ, ഫമഅവാഹും, അവരുടെ സങ്കേതം, അവരുടെ വാസസ്ഥാനം അന്നാർ, നരകമാകുന്നു എന്ന്. സജ്ദ 20-ാമത്തെ ആയത്ത്. ഇനി ഇത് തബറഅ അല്ലദീന തുബിഉ, ഇത് എന്നുള്ളത് ബദലും മിൻ ഇത് യറൗന എന്നുള്ളതിൻ്റെ ബദലാണെന്ന്. ഇത് തബറഅ അല്ലദീന തുബിഉ, പിമ്പറ്റപ്പെടുന്നവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. ഞങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചൊന്നുമല്ല, ഞങ്ങൾ നിങ്ങളുടെ ശിർക്കൊന്നും അംഗീകരിക്കുന്നില്ല എന്ന നിലക്ക്, ഞങ്ങൾ പറഞ്ഞതല്ല എന്ന നിലക്ക് ആരെയാണോ ഇവർ ദൈവങ്ങളായി പിമ്പറ്റിയത്, അല്ലെങ്കിൽ നേതാക്കൾ അങ്ങനെ ഷിർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച, അതിന് നിർദ്ദേശം നൽകിയ നേതാക്കൾ, ആ പിമ്പറ്റപ്പെടുന്ന ആളുകൾ അവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. ഖിലാഫർ റസൂലി ഐ അൽ മത്ബൂഊന അദ്ദാലുന, വഴിപിഴച്ച പിമ്പറ്റപ്പെട്ടവർ, അതായത് അവരുടെ നേതാക്കന്മാർ, കണ്ട ദർഗകളിലും ഔലിയാക്കളാന്ന് പറയപ്പെടുന്നവരും ഔലിയാക്കളായിട്ടുള്ളവരും ഒക്കെ ഉള്ള ആളുകളോട്, മരിച്ചുപോയവരോട് തേടാനും ഒക്കെ പഠിപ്പിച്ച വലിയ നേതാക്കന്മാരായി ചമഞ്ഞു നടന്ന ആളുകൾ, അങ്ങനെ പിമ്പറ്റപ്പെട്ട വഴികേടിൻ്റെ ആളുകൾ, അവരെന്ത് പറയും ഖിയാമത്ത് നാളിൽ? ഇത് തബറഅ അല്ലദീന തുബിഉ, പിമ്പറ്റപ്പെടുത്താത്ത നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. മിനല്ലദീന തബഉ, ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, മിനല്ലദീന തബഉ, പിമ്പറ്റിയവർ,
പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം, അനുയായികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. വറഅവുൽ അദാബ, അവർ ശിക്ഷ കാണുകയും ചെയ്യുന്ന സന്ദർഭം നേരിട്ട്. കുല്ലുഹും, അതായത് ഈ നേതാക്കന്മാരും അനുയായികളൊക്കെ, പിൻപറ്റപ്പെട്ടവരും പിൻപറ്റിയവരും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിൽ അസ്ബാബുകൾ, കാരണങ്ങൾ ഇല്ലാതാകുന്ന, മുറിഞ്ഞു പോകുന്ന സന്ദർഭം. അതായത് ഐ അത്തഅല്ലുഖാത്തു ഫീമാ ബൈനഹും, അവർക്കിടയിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുന്ന സന്ദർഭം. അപ്പോൾ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ, സത്യനിഷേധികൾ പരസ്പരം അവരുടെ യാതൊരു ബന്ധവുമില്ല. അലി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വ് ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാഉ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ, യൗമഇദിൻ, അന്നേ ദിവസം പരലോകത്ത്, ബഅ്ദുഹും ലിബഅ്ദിൻ, ചിലർ ചിലർക്ക് അല്ലെങ്കിൽ പരസ്പരം, അദുവ്വുൻ, അവർ ശത്രുക്കളായിരിക്കും, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ, അവർ നല്ല കൂട്ടുകാരായിരിക്കും. അസ്സുഹ്റഫ് 67-ാമത്തെ ആയത്ത്. ഇനി തുടർന്ന് പറയണേ, അങ്ങനെ പിൻപറ്റിയ ആളുകൾ, പിൻപറ്റപ്പെട്ട ആളുകളല്ല, അനുയായികൾ പറയും, ഫീ ജവാബിഹിം, അവരുടെ മറുപടിയായിട്ട്, ലൗ അന്നലനാ കർറതൻ, ഇങ്ങനെ തങ്ങളുടെ നേതാക്കന്മാർ പരലോകത്ത് ഒഴിഞ്ഞു മാറുമ്പോൾ അവർ, അനുയായികൾ പറയും, ലൗ അന്നലനാ കർറതൻ, ഞങ്ങൾക്കൊരവസരം, ഒരു സമയമുണ്ടായിരുന്നുവെങ്കിൽ, അതായത് റുജൂഅൻ ഇല ദുനിയ, ദുനിയാവിലേക്ക് മടങ്ങി വരാനായിട്ട്. ഫനതബറഅ മിൻഹും ഫിഹാ, ഫനതബറഅ മിൻഹും, ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുമായിരുന്നു. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ തിരിച്ച് ദുനിയാവിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നേതാക്കന്മാരെ കയ്യൊഴിയുമായിരുന്നു. കമാ തബറഉ മിന്നാ, അവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ, അല്യവും, അതായത് ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ പരലോകത്ത്, വൽ ഹാലു അന്നാ അത്വഅനാഹും ഫഅദല്ലൂന സബീല, അങ്ങനെ അവർ ഞങ്ങളെ വഴികേടിലാക്കി എന്ന്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറാ. അഹ്സാബിൽ പറയണത് എന്ത്? റബ്ബന ആതിഹിം, റബ്ബന, അവർക്ക് നീ നൽകണേ, ളിഅഫൈനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന് ഇരട്ടി നൽകണേ എന്ന്. വൽ അൻഹും ലഅനൻ കബീറ, അവരെ നീ ശക്തമായി വലുതായിട്ട് ശപിക്കണേ എന്ന് അഹ്സാബിൽ പറയാം. ഈ അനുയായികൾ, നേതാക്കന്മാർ തങ്ങളെ വഴിപ്പിച്ചത് സംബന്ധിച്ച് പറയണം. അപ്പോൾ പക്ഷേ അവർക്ക് ലിക്കുല്യം വായ്ഫ് എന്നാണല്ലോ, അവർക്കെല്ലാവർക്കും ഇരട്ടി ശിക്ഷ ഉണ്ടാവുന്നതാണ്. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അപ്രകാരം വഴിപിഴച്ച ആളുകൾക്ക്, സത്യനിഷേധികൾക്ക് അവരുടെ കർമ്മങ്ങൾ നാശമായിട്ട്, ഖേദമായിട്ട് അള്ളാഹു കാണിക്കുന്ന നദാമാത്തിൻ ഹലമിനൽ മഫ്ഊലിസ്ഥാനി, ഹാരാണ് മഫ്ഊലിസ്ഥാനി എന്നുള്ളതാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ അവർ ശാശ്വതരായിരിക്കുമെന്ന്. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ബയ്യിന 6-ാമത്തെ ആയത്തിൽ കാണാം, ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ അവർ ശാശ്വതവാസികളായ അവസ്ഥയിൽ എന്ന് കാണാം. അടുത്ത ആയത്ത്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ, നിങ്ങൾ ഭക്ഷിക്കുവിൻ, മിമ്മാ ഫിൽ അർളി, ഭൂമിയിലുള്ളതിൽ നിന്ന്, ഹലാലൻ, അനുവദനീയമായത്, ത്വയ്യിബൻ, നല്ലത്. രണ്ടും പറഞ്ഞിട്ടുണ്ട്, ഹലാലും ആണ് ത്വയ്യിബും ആണ്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിൻ്റെ ഷൈത്താൻ്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത് എന്ന്. മിൻ തഹ്ലീലി അൽ ഹറാമി വ തഹരീമിൽ ഹലാലി, ഹറാമിനെ ഹലാലാക്കുന്ന വിഷയത്തിലും ഹലാലിനെ ഹറാമാക്കുന്ന വിഷയത്തിലും. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഹറാം ഏത് ഹലാൽ ഏത്, വിശ്വാസം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രകാരമല്ലാതെ നിങ്ങളുടെ വക ഹലാലും ഹറാം ഉണ്ടാക്കണ്ട എന്നാണ്. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും
ولا تعتدوا إن الله لا يحب المعتدين وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي أنتم به مؤمنون. അതായത് ചിലർ സത്യനിഷേധികൾ ചില തരം ഭക്ഷണമൊക്കെ അവർ സ്വന്തം നിലക്ക് ഹറാമാക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചെയ്യണ്ട, ഹലാല് ഹറാമ് ഹറാമ് ഹലാല് നിങ്ങളാക്കണ്ട എന്ന്. യാ അയ്യുഹല്ലദീന ആമനു, വലിയ സത്യവിശ്വാസികളെ, ലാ തുഹർരിമു, നിങ്ങൾ ഹറാമാക്കരുത്, നിഷിദ്ധമാക്കരുത്, ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും, നിങ്ങൾക്ക് നല്ലതായിട്ട് അള്ളാഹു അനുവദിച്ചു തന്നത്. വലാ തഅ്തദു, നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യരുത്, അതിര് കവിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, നിശ്ചയം അതിര് കവിയുന്നവരെ, അതിക്രമം പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വകുലൂ, നിങ്ങൾ ഭക്ഷിക്കുവിൻ, മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയത്, ഹലാലൻ ത്വയ്യിബ, അനുവദനീയമായതും നല്ലതുമായിട്ടുള്ളത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക, അല്ലതി, എങ്ങനെയുള്ള അള്ളാഹു, അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുന്ന. അൽ-മാഇദ 87-88. ഇന്നഹു ലകും അദുവ്വും മുബീൻ, നിശ്ചയം പിശാച് അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ എന്ന് പറഞ്ഞത് ശൈത്താൻ്റെ കാലടിപ്പാടുകൾ പിന്തുടരണ്ടാന്ന്. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ, നിശ്ചയം പിശാച് നിങ്ങളോട് തിന്മ കൊണ്ടാണ് കൽപ്പിക്കുന്നത്, അതായത് ഖിലാഫ ശരീഅത്ത്, ശരീഅത്തിന് വിരുദ്ധമായിട്ട്. വൽ ഫഹ്ശാഇ, മ്ലേച്ഛത കൊണ്ടും, അല്ലെങ്കിൽ സിന വമിസ്ല, അതായത് വ്യഭിചാരവും അതുപോലത്തെ കാര്യങ്ങളും. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. യൂസുഫ് 64 യൂസുഫ് നബിയുടെ സാഹചര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, കദാലിക പ്രകാരം നസ്രിഫ അൻഹു, നാം അദ്ദേഹത്തെ തിരിക്കുന്നതിൽ നിന്ന്, അദ്ദേഹത്തെ തൊട്ട് തിരിക്കുന്നതിൽ നിന്നത്, അസ്സൂഅ വൽ ഫഹ്ശാഅ, തിന്മയും, ഫഹ്ശാ മ്ലേച്ഛതയും, വ്യഭിചാരം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ. ഇന്നഹു, നിശ്ചയം അദ്ദേഹം, മിൻ ഇബാദിനിൽ മുഖ്ലസീൻ, നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ടവനായ എന്ന്, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം. ഇനി അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ അള്ളാഹുവിന് മേൽ കെട്ടിച്ചമച്ച് പറയുന്നതും എന്ന്. വയമുറുക്കും, അതായത് പിശാച് ചെയ്യാനെന്ത്, സൂവും ഫഹ്ശാവുമായുള്ള കാര്യങ്ങളാണ്, മ്ലേച്ഛതയും തിന്മയുമായിട്ടുള്ള കാര്യങ്ങളാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുക. മാത്രമല്ല, വയമുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ത്, അള്ളാഹുവിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് പറയാം എന്നതും പിശാച് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. മിൻ ഇത്തിഹാദി ശരീക്കി വൽ വലദി, പങ്കാളിയെ സ്വീകരിക്കുക, വലത് കുഞ്ഞിനെ സ്വീകരിക്കുക എന്നൊക്കെ. അള്ളാഹ്ക്ക് കുഞ്ഞുണ്ട്, അള്ളാഹ്ക്ക് പങ്കാളിയുണ്ട് എന്നൊക്കെ. അപ്പം ചില ആൾക്കാരുണ്ടല്ലോ, മുദബ്ബിറുൽ ആലം, ഈ അടുത്ത് മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ച് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ. അതാ രസം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. രസമല്ല, കഷ്ടമാണ്. ഈ ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ, وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا. ലുഖ്മാൻ 15 ലുഖ്മാൻ അലൈഹി സ്വലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. وَإِنْ جَاهَدَاكَ, അത് മകന് നൽകിയ ഉപദേശമാണോ എനിക്ക് ഉറപ്പില്ല. സൂറത്ത് ലുഖ്മാനിൽ ഉള്ള ആയത്താണ്, ഓർക്കുന്നില്ല, അല്ലാഹു അലം. وَإِنْ جَاهَدَاكَ, ഇനി നിൻ്റെ മാതാപിതാക്കൾ പരിശ്രമിച്ചാൽ, നിന്നോട് കൽപ്പിച്ചാൽ, അല്ല നിന്നോട് അതിനുവേണ്ടി ശ്രമം നടത്തിയാൽ എന്ത്, അല അൻ തുശ്രിക ബി, എനിക്ക് ഷിർക്ക് ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയുന്നതായിട്ടാണ്. മാ ലൈസ ലക ബിഹി, നിനക്കറിവില്ലാത്ത കാര്യം. അപ്പോൾ എന്നിൽ ഷിർക്ക് ചെയ്യണമെന്ന് നിൻ്റെ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ എന്താണ്, ഫലാ തുതിഉഹുമാ, അതിൽ അവരോട് നീ വഴിപ്പെടരുത്, അവർ നീ അനുസരിക്കാൻ പാടില്ല. മാതാപിതാക്കളെ അനുസരിക്കണം, പക്ഷേ
ഷിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് അനുസരിക്കണ്ട. മമ്പറത്ത് പോയി പട്ട് മൂടാൻ പറഞ്ഞാൽ, ജാറം മൂടാൻ പറഞ്ഞാൽ, കുത്തുബിയത്ത് നടത്താൻ പറഞ്ഞാൽ അതിപ്പോൾ ഉമ്മ പറഞ്ഞാലേ നമുക്കിപ്പോൾ ഒരു വിശ്വാസമില്ല, ആ ഉമ്മാൻ്റെ തൃപ്തിക്ക് വേണ്ടി നടത്തുക, അത് പറ്റില്ല. കാരണം ഷിർക്കിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കളെ അനുസരിക്കാൻ പാടില്ല, ഖുർആൻ്റെ കൽപ്പനയാണ്. ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അതായത് അൽ മുശ്രിക്കുകൾ ബഹുദൈവവിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റൂ എന്ന്, അതായത് ഫിൽ ഖുർആൻ, ഖുർആനിൽ അള്ളാഹു അവതരിപ്പിച്ചത്. ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന, ഖാലൂ അവർ പറയും, ബൽ നത്തബിഉ, പക്ഷേ ഞങ്ങൾ പിൻപറ്റുന്നത് മാ അൽഫൈന മാ വജദ്ന, ഞങ്ങൾ കണ്ടതാണ്. ആരിൽ കണ്ടത്? അലൈഹി ആബാഅന, അതിന്മേൽ ഞങ്ങളുടെ പിതാക്കളെ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കാരണവന്മാർ പിതാക്കന്മാരൊക്കെ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. അവർ കുത്തുബിയത്ത് നടത്തിയിരുന്നു, പിന്നെ ഖബറുകൾക്ക് നേർച്ച ചെയ്തിരുന്നു, ഖബറാളികൾക്ക് നേർച്ച നടത്തിയിരുന്നു, ഇതൊക്കെ ചെയ്തിരുന്നു, മരിച്ചുപോയവരോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കാരണവന്മാരുടെ മാർഗ്ഗമാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളോട് ഇതൊന്നും പറയണ്ട, ഞങ്ങൾ അതാണ് പിൻപറ്റുന്നത് എന്നാണ് അവരുടെ വാദം. അപ്പോൾ അയത്ബഊന ആബാഅഹും, അവർ അവരുടെ പിതാക്കളെയാണോ പിൻപറ്റുന്നത്? അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ ഒന്നും മനസ്സിലാക്കാത്തവരും ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തവരും ഹിദായത്ത് ലഭിക്കാത്തവരുമാണെങ്കിലും അങ്ങനെ അവർ പിൻപറ്റുകയാണോ? സവാസ് വ ലിദാലിക, ഇക്കാരണത്താൽ വമസലുല്ലദീന കഫറൂ, ഇനി സത്യനിഷേധികളുടെ ഉപമ, അതായത് അശ്റകൂ ഫി ദുആഇഹിം ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആ വിഷയത്തിൽ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്ത ആളുകളുടെ ഉപമ എന്ന് പറഞ്ഞാൽ എന്താണ്? കമസലില്ലദീ യൻഇഖു, ഒച്ചയിടുന്ന ഒരാളെ പോലെയാണ്. യുസബ്ബിതു, ശബ്ദം ഉണ്ടാക്കുന്ന. ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ, ആരോട് ശബ്ദം ഉണ്ടാക്കുക? ഒരു വിളിയും തെളിയില്ലാത്ത ഇതിനോട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളെ പോലെ. യദുഉ മൻ ലാ യസ്തജീബു ലഹും, അവർക്ക് ഉത്തരം നൽകാത്തവരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വിഗ്രഹങ്ങളോട്, ഖബറിൽ കിടക്കുന്നവരോട്, മരിച്ചുപോയ പുണ്യാളന്മാരോട്, മഹാന്മാരെന്ന് പറയപ്പെടുന്നവരോട് ഒക്കെയാണ് അവർ തേടുന്നത്. അപ്പോൾ ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഹു ദഅവതുൽ ഹഖ്, അവനോട് മാത്രമാണ് യഥാർത്ഥമായ പ്രാർത്ഥന, യഥാർത്ഥമായ ദുആ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അല്ലാഹു അല്ലാത്ത ആരോട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവരൊക്കെ ലാ യസ്തജീബൂന ബിശൈഇൻ ലഹും ബിശൈഇൻ, അവർക്ക് ഒന്നിനും മറുപടി നൽകൂല. ഇല്ലാ കബാസിതി കഫൈഹി, അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഇല്ലാ കബാസിതി കഫൈഹി, രണ്ട് കൈകളും നീട്ടുന്ന ഒരാളെ പോലെയാണ്. ഇലൽ മായി, വെള്ളത്തിലേക്ക്. ലിയബ്ലുഗ ഫാഹു, അവൻ്റെ വായിലേക്ക് ആ വെള്ളം എത്താൻ വേണ്ടി രണ്ട് കൈ ഇങ്ങനെ നീട്ടുക. വമാ ഹുവ ബിബാലിഗി, എന്നാൽ അത് വെള്ളം അങ്ങ് എത്തുന്നില്ല, വെള്ളം വായിലേക്ക് എത്തുന്നില്ല, പക്ഷെ രണ്ട് കൈയും നീട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ അതുപോലെയാണ് എന്ത്, ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലെങ്കിൽ ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നവർ, എന്ത് ഭീമാബിയോട് പ്രാർത്ഥിക്കുന്നവർ, മമ്പർത്തങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, സി എം മടവൂരിനോട് പ്രാർത്ഥിക്കുന്നവർ, നബിയോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ തരത്തിൽപ്പെട്ടവർ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സൂറത്തുർ റഅദ് 14-ാമത്തെ ആയത്തിൽപ്പെട്ട. കാഫിരീങ്ങളുടെ, സത്യനിഷേധികളുടെ പ്രാർത്ഥന എന്നത് വഴികേടിലല്ലാതെയല്ല, നിറ വഴികേടാണെന്ന്. ഹാദാ ഹാലുൽ മദ്ഉബീൻ, ഇതാണ് പ്രാർത്ഥിക്കപ്പെടുന്നവരുടെ അവസ്ഥ. വഹാലു ദാഈൻ, പ്രാർത്ഥിക്കുന്നവരുടെ അവസ്ഥ. അന്നഹും ഫിൽ ഹഖീഖത്തി, സത്യത്തിൽ അവരെങ്ങനെയാണ്? സുമ്മുൻ, ബധിരരാണ്. അൻസമായിൽ ഹഖി, അത് സത്യം കേൾക്കുന്നതിൽ നിന്ന് അവർ ബധിരരാ, അല്ലാതെ ചെവി പൊട്ടന്മാരാണെന്നല്ല. ബുക്കുമുൻ, അവർ മൂകരാണ്. അന്നുത്തഖിൽ ഹഖി, സത്യം പറയുന്നതിൽ നിന്ന്. ഉമ്യുൻ, അവർ അന്ധരാണ്, വേറെ കണ്ണ് കാണും, പക്ഷേ എന്താണ്? അൻ റുയത്തിൽ ഹഖി, സത്യം കാണുന്നതിനെ തൊട്ട് അവർ അന്ധരാണ്. ഫഹും ലാ യഅഖിലൂൻ, അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത ആളുകളാണ്. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷേ അവർ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല.
വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ആദാൻ ചെവികളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അദൽ, എന്നല്ല അതിനേക്കാൾ തരം താഴ്ന്നവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. സൂറത്തുൽ അറാഫ് 179 ആയത്ത്.